ഹലോ, നമുക്കിന്ന് ഒരിടം വരെ പോവാട്ടോ. ഞാൻ സ്ഥിരം ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും, ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെ മിക്കപ്പോഴും ഓഫ്ലൈനായിട്ട് വാങ്ങുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഷോപ്പാണ് കേട്ടോ. ഗണേഷ് ബ്യൂട്ടി വേൾഡ് എന്നാണ് ഷോപ്പിൻ്റെ നെയിം വരുമ്പോൾ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി നോക്കുമ്പോൾ ഫുള്ള് പണി നടക്കുന്നുണ്ട് റോഡ്. അവിടെ ചെന്നപ്പോൾ വേറൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഷോപ്പ് അവിടെ നിന്ന് മാറി. ഇപ്പോൾ അവൻ്റെ പേരൊക്കെ മാറി മെക്മിഡ് എന്നൊക്കെ ആക്കി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കേട്ടോ. അവിടെ നിന്ന് കുറേ നടന്ന് വീണ്ടും ആ പുതിയ ഷോപ്പൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളെത്തി. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബ്രാൻഡ് കോസ്മെറ്റിക്സും എല്ലാം കിട്ടും കേട്ടോ. ഹൈ ടു ലോ ലെവലിൽ എല്ലാം കിട്ടും. നമ്മുടെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എല്ലാം യൂസ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാവരും ഇവിടെ കിട്ടാത്തതിലും ഒന്നുമില്ല കേട്ടോ. നമ്മുടെ സീറംസ് എല്ലാം ഇത് നമ്മുടെ കോസാറക്സിൻ്റെ സീറാണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ നോക്കുകയായിരുന്നു, അവിടെ ട്രൈമി ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ബാക്കി കാര്യങ്ങൾ ഇത് സെക്കൻഡ് ഫ്ലോറാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്സ്റ്റൻഷൻ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്കിപ്പോൾ റീസെൻ്റ് ഒരു അഡിഷനാണ്, നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഹൂപ്സ്, നമ്മുടെ ഇയറിങ്സ് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഈ റീസെൻ്റ് അഡിഷനാണെന്ന് തോന്നുന്നു. ഓവർ ഇതാവാത്ത അത്യാവശ്യം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ അങ്ങനെ 2-3 നോക്കി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറേ നേരം അങ്ങനെ അവിടെ തിരിഞ്ഞ് ഞങ്ങൾക്ക് നിന്നു കേട്ടോ. പിന്നെ അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പുതിയൊരു ഇതാണെന്ന് തോന്നുന്നു, ലോഞ്ചാണെന്ന് തോന്നുന്നു. നമ്മുടെ ബ്യൂട്ടി പാർലറിലുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ചെയർ ടു എല്ലാം നമുക്കിപ്പോൾ പുറത്തൊന്നും പോകേണ്ട, എല്ലാം അവിടെ തന്നെ ഉണ്ട്. അടിപൊളി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെയൊക്കെ കാണുന്നത്, ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ കാണുന്നത് കേട്ടോ. ഇങ്ങനത്തെ എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെച്ചേക്കുക. നമ്മുടെ ഇതില്ലേ ഹൈഡ്രാ ഫേഷ്യൽ അങ്ങനെ വരുന്ന മെഷീൻ ഉൾപ്പെടെ എല്ലാത്തരം സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കണ്ണൊക്കെ നല്ല കൂളിങ് അങ്ങനെ എന്തോ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. അങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് ഞാനിങ്ങനെ കാണാത്ത ടൈപ്പുകൾ ഇങ്ങനെ ഐറ്റംസൊക്കെ കുറേ ഇങ്ങനെ നോക്കുമായിരുന്നു. നമ്മുടെ പുതിയ ഷോപ്പ് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ അവർ ഒരുപാട് പുതിയ ഐറ്റംസൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർ ഗണേഷ് ബ്യൂട്ടി വേൾഡ് പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. 2 മാസം എന്തായിട്ടുള്ളൂ അവർ ഷോപ്പ് പുതിയതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ആര്യശാലയിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ അവരിപ്പോൾ പുതിയ ഷോപ്പ് മാറ്റിയേക്കുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് പുതിയ ഐറ്റംസൊക്കെ നോക്കി ഇങ്ങനെ നമ്മുടെ സ്ട്രെയിറ്റ്നർ അതിങ്ങനെ ലോ ടു നല്ല ഹൈ ലെവലിലുള്ള ഹൈ റേഞ്ചിലുള്ളവരെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഇലക്ട്രിക് ബ്രഷ് ഇല്ലേ, അതാണ് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഞാൻ അലറച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. മെയിനായിട്ട് 2-3 സാധനങ്ങൾ വാങ്ങാനാണ് പോയത്. അപ്പോൾ അതൊക്കെ വാങ്ങി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ മെയിൻ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഗണേശൻ എന്നല്ല മാക്ബിറ്റ് ബ്യൂട്ടി സ്റ്റോർ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി എല്ലാം സാധനങ്ങൾ ഞാൻ പുതിയ ഇയറിങ്സ് അവിടെ നിന്ന് വാങ്ങിയത്. അത് അപ്പോഴത്തേനെ ഇട്ട് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലിട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാം. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. ഞാൻ പോയിട്ടൊക്കെ വന്ന് പിന്നീട് വീഡിയോ എല്ലാം കാണിക്കാം, എന്തൊക്കെ വാങ്ങിയെന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ലൈറ്റ് നൈറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വാങ്ങിയതെന്ന് നമുക്ക് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയണമെങ്കിൽ ഒരു ഫൗണ്ടേഷനാണ്, സൂപ്പർ സ്റ്റേയുടെ ഫൗണ്ടേഷൻ. എൻ്റെ ഫൗണ്ടേഷൻ ഏകദേശം കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ ഒരു PSCയുടെ ഫൗണ്ടേഷൻ ഉണ്ട്. അത് ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്തിടാലോ എന്ന് വെച്ചിട്ട് വാങ്ങിയതാ. അതിൻ്റെ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് 310 ആണ്. 310 ആണ് കേട്ടോ സൂപ്പർ സ്റ്റേയുടെ ഫൗണ്ടേഷൻ. എൻ്റെ പാക്കിംഗ് ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വാങ്ങി. അത് ഞാൻ യൂസ് ചെയ്തു, അതാണ് ഇത്ര സൈസ് വലുതായിട്ടിരിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ സൈസായിരുന്നു, നമ്മളൊന്ന് വെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു സൈസ് ആയിട്ടുണ്ട്. അത് ബ്യൂട്ടി ബ്ലെൻഡർ വാങ്ങി. പിന്നെ മോൾക്ക് വേണ്ടിയിട്ടൊരു സൺസ്ക്രീൻ കേട്ടോ, സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഫിക്സ് ഡെർമയുടെ ഒരു സൺസ്ക്രീൻ. ഇങ്ങനെയാണ്, ഒരു ബൈക്ക് കാസ്റ്റോ ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമ്മുടെ സ്കിന്നുമായിട്ട് അബ്സോർബ് ആയി പോവും. അപ്പോൾ നല്ല മണമുണ്ട്. അപ്പോൾ അത് പിന്നെ എൻ്റെ സ്ഥിരം സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. ഇതില്ലാതെ എനിക്ക് പറ്റത്തില്ല കേട്ടോ. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ടെയിൽ കോമ്പില്ലേ, ടെയിൽ കോമ്പ് കേട്ടോ. ഇതെനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു കോമ്പ് വരുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ല സെറ്റായിട്ടിരിക്കും. ടെയിൽ കോമ്പ് അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ഗ്ലോസ് പ്ലസ് ലിപ് ബാം പോലെ അങ്ങനത്തത്. ഇത് ടിൻറ്റഡ് ആണ്, അത്യാവശ്യം നല്ലൊരു കളറൊക്കെ കിട്ടും കണ്ടോ. ഒരു ബാൻഡും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് ലാസ്റ്റിൽ വരുമ്പോഴത്തേക്ക് ഇത്രയാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയത്. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു ഹൈലൈറ്റിംഗ് കിറ്റാണ്, നമ്മുടെ ഹെയർ ഹൈലൈറ്റിംഗ് കിറ്റാണ് വാങ്ങിയത്. ഇതാണ് കേട്ടോ.
അപ്പോൾ ഞാനിത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. എന്ത് കളറാണ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഏകദേശം കളറൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിയതാ കേട്ടോ ഹൈലൈറ്റിംഗ് കിറ്റ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ, ഇത്രയാണ് വാങ്ങിയത്. വേറെ ഇത്രയൊന്നും തോന്നുന്നു വാങ്ങിയത്. വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമുക്കൊരു കുറച്ചൊരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയുള്ള ചെറിയൊരു വീഡിയോ, കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.